കർത്താവ് എന്ന നാമം നാം സ്മരിക്കുമ്പോൾ കർത്താവായവൻ്റെ പല ശ്രേഷ്ഠതകളെയാണ് നാം ഓർക്കുന്നത്. കർത്താവ് തലമുറകളുടെ സങ്കേതം എന്ന് സങ്കീർത്തനം 90:1 പറയുന്നു. കർത്താവ് എന്നത് ശ്രേഷ്ഠ നാമം എന്ന് സങ്കീർത്തനം 8:1 പറയുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ എന്ന് സങ്കീർത്തനം 136:3 കാണുന്നു. കർത്താവിൻ്റെ നല്ല മനസ്സിനെപ്പറ്റി മത്തായി 8:2 കുഷ്ഠരോഗി പറയുന്നു. കർത്താവ് രക്ഷകൻ എന്ന് മത്തായി 8:25 ശിഷ്യന്മാർ പറയുന്നു. കർത്താവ് കരുണയുള്ളവൻ എന്ന് മത്തായി 20:30 2 കുരുടന്മാർ പറയുന്നു. എലിസബത്തിനോട് കർത്താവ് കരുണ കാണിച്ചുവെന്ന് ലൂക്കോസ് 1:58 വായിക്കുന്നു. കർത്താവിൻ്റെ കരം കൂടെയുണ്ട് എന്ന് യോഹന്നാനോട് പൈതൽ പ്രായത്തിൽ ലൂക്കോസ് 1:66 പറയുന്നു. കർത്താവിനെ സ്തുതിച്ച് ഇപ്രകാരം പാടി നാം അവങ്കൽ നിന്ന് അനുഗ്രഹം നേടാം. സ്തുതി ആരാധന സ്വർഗ്ഗേ ചെന്നിടും, അനുഗ്രഹം നമുക്കായി കർത്തൻ നൽകിടും. സ്തുതി ആരാധന സ്വർഗ്ഗേ ചെന്നിടും, അനുഗ്രഹം നമുക്കായി കർത്തൻ നൽകിടും. പ്രഭുവാം കർത്തൻ എത്ര ശ്രേഷ്ഠ മഹാൻ, നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു. പ്രഭുവാം കർത്തൻ എത്ര ശ്രേഷ്ഠ മഹാൻ, നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു. കർത്തൻ ശബ്ദം വീണ്ടും കേട്ടിടുമേ, കർത്തൻ വരവിൽ നമ്മെ ചേർത്തിടുമോ. പ്രഭുവാം കർത്തൻ എത്ര ശ്രേഷ്ഠമാൻ, നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു. പ്രഭുവാം കർത്തൻ എത്ര ശ്രേഷ്ഠമാൻ, നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു. പാപിയാം നമ്മെ വീണ്ടെടുപ്പാൻ കർത്തൻ നമുക്കായി രക്തം ചിന്തിയല്ലോ. പ്രഭുവാം കർത്തൻ